നമസ്കാരം. അങ്ങനെ തുർക്കിയിൽ വീണ്ടും ഒരു ക്രിസ്ത്യൻ പള്ളി കൂടി ഇസ്ലാം പള്ളിയായി രൂപാന്തരം പ്രാപിക്കാൻ പോകുന്നു. അതായത് നാളെ വെള്ളിയാഴ്ച അവിടെ വെള്ളിയാഴ്ച നിസ്കാരത്തോടു കൂടി മറ്റൊരു പള്ളി കൂടി, മറ്റൊരു ക്രിസ്ത്യൻ ദേവാലയം കൂടി മുസ്ലിമിൻ്റെ സ്വന്തമാവാൻ പോകുന്നു. അത് 12-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച, അതായത് 800 വർഷങ്ങൾക്ക് മുമ്പ് പണികഴിപ്പിച്ച ഒരുപാട് ചരിത്രം പേറുന്ന, ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ്. 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ചോറ എന്ന പേരിലറിയപ്പെടുന്ന പള്ളിയാണ് നാളെ മുതൽ മുസ്ലിം പള്ളിയാവാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് എർദോഗൻ, അതായത് തുർക്കി പ്രസിഡന്റ് എർദോഗൻ അതിനെ നാളെ മുസ്ലിം പള്ളിയാക്കി രൂപാന്തരപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും അന്ന് പാണക്കാട് കുടുംബത്തിലുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതുപോലെ ഇനിയും അതിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റുകൾ വല്ലതും വരുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. തുർക്കിയിലതാ രണ്ടാമത്തെ ക്രിസ്ത്യൻ ദേവാലയം കൂടി അങ്ങനെ മുസ്ലിമിൻ്റെ സ്വന്തമാവുന്നു. അതിനകത്തെ നിർമ്മിതികളാണ് ഏറ്റവും ചരിത്രപരമായിട്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അവിടെ അത്യപൂർവമായിട്ടുള്ള ചില ചരിത്ര ശേഷിപ്പുകൾ അവശേഷിക്കുന്ന ഒരു ഇടം കൂടിയാണ്. മനോഹരമായ നിർമ്മിതിയാണ് ആ പള്ളിയുടേത്. മാത്രമല്ല അതിനകത്ത് മൊസൈക്ക് കൊണ്ടാണ് ഒട്ടുമിക്ക നിർമ്മിതികളും. അതിൽ സുന്ദരമായ യേശുവിൻ്റെ രൂപങ്ങളും കന്യകാമറിയത്തിൻ്റെ രൂപങ്ങളും അടക്കമുള്ളവ അതിനകത്തുണ്ട്. അത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അതൊരു ചരിത്ര സ്മാരകം പോലെ സംരക്ഷിച്ചു പോകുന്ന ഇടമാണ്. ഇവിടെ ചില എന്താ പറയുക, വിസ്മയ താലിബാൻ ഗ്രൂപ്പുകൾ പറയുന്നത് പോലെ അവിടെ ക്രിസ്ത്യാനികളില്ല, അതുകൊണ്ട് അവർ അവിടെ ആരാധനയ്ക്ക് വേണ്ടി പോകുന്നില്ല, അതുകൊണ്ട് അത് അവിടെ വെറുതെ കിടന്നു. പിന്നീട് അതൊരു മ്യൂസിയമായി, ചരിത്ര സ്മാരകമായി നിൽക്കുന്നു. ഇപ്പോൾ അവിടെ മുസ്ലിങ്ങൾ കൂടുതലുള്ളതിനാൽ അവരത് അവരുടെ ദേവാലയമായി മാറ്റിയെടുക്കുന്നു എന്ന തരത്തിൽ ഇതിനെ വെള്ളപൂശാൻ അവർ ശ്രമിക്കാറുണ്ട് എപ്പോഴും. പക്ഷേ ഓർക്കുക, അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ എവിടെ പോയി? നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയായിരിക്കും, ഏകദേശം 15 ലക്ഷത്തോളം അർമേനിയൻ ക്രിസ്ത്യാനികളെയാണ് അവിടെ കൂട്ടക്കൊല ചെയ്തത്. ബാക്കിയുള്ളവർക്ക് ജീവനും കയ്യിലെടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. അർമേനിയൻ കൂട്ടക്കൊല എന്ന് ഗൂഗിളിലോ മറ്റോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ വിവരങ്ങളെല്ലാം കിട്ടും. അത്ര കടുത്ത കൂട്ടക്കൊല നടന്ന, അല്ലെങ്കിൽ ഒരു വംശത്തെ തന്നെ കൂട്ടക്കൊല നടത്തിയ ഒരു ചരിത്രമുള്ളതാണ് തുർക്കിക്ക്. അങ്ങനെയാണ് അവിടുത്തെ ക്രിസ്ത്യാനികൾ ഇല്ലാതായത്. അങ്ങനെ ക്രിസ്ത്യാനികൾ ഇല്ലാതായി കഴിഞ്ഞപ്പോഴാണ് ക്രിസ്ത്യാനികളുടേതായിട്ടുള്ള ദേവാലയങ്ങളെല്ലാം അവിടുത്തെ മുസ്ലിങ്ങൾ കൈയടക്കി തുടങ്ങിയത്. ഇവിടെ മണിപ്പൂർ എന്ന് പറഞ്ഞ് കരയുന്ന, നിലവിളിക്കുന്ന, ക്രിസ്ത്യൻ സ്നേഹം കാണിക്കുന്നവർ ഈ കാര്യത്തിലെങ്കിലും എന്തെങ്കിലും ഒന്ന് മൊഴിയുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഉറപ്പായിട്ടും ഒന്നും മിണ്ടില്ല. അവർക്ക് അത്തരം കാഴ്ചകൾ കാണില്ല, അത്തരം കാഴ്ചകൾ കേൾക്കില്ല. ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയാണ്. അപ്പോൾ മറക്കണ്ട, നാളെ മുതൽ തുർക്കിയിലെ ഒരു ക്രിസ്ത്യൻ ദേവാലയം കൂടി മുസ്ലിമിന് സ്വന്തമാവുന്നു. അത് ചരിത്രപരമായി ഒരുപാട് പ്രത്യേകതകളുള്ള ദേവാലയമാണ്. അതിൻ്റെ പേര് ചോറ പള്ളി എന്നാണ്. ആ പള്ളി ഇനി പുതിയ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഹാഗിയ സോഫിയ മറന്നിട്ടില്ലല്ലോ അല്ലേ? വെബ് ഡെസ്ക് കർമാനോസ്.